ഹായ്, ഞാൻ സ്വാതി, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. നീറ്റ് എക്സാം കഴിഞ്ഞു. പലർക്കും പല രീതിയിലായിരിക്കും നീറ്റ് എക്സാം ഫീൽ ചെയ്തിട്ടുള്ളത്. ചിലർക്ക് നല്ല എക്സാം ആയിട്ട് തോന്നിയിട്ടുണ്ടാവും, അതായത് നല്ല മാർക്സ് സ്കോർ ചെയ്യാം, ഇത്തവണ തന്നെ ഒരു MBBS സീറ്റ് അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു കോഴ്സിൽ സീറ്റ് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ടാവും. ചിലർ ആകെ ഡൗൺ ആയിട്ടുണ്ടാവും. ചിലർ ഓക്കെ, ഇനി നീറ്റിൻ്റെ റിസൾട്ട് വന്നാലേ മനസ്സിലാവൂ, അതായത് കട്ട് ഓഫ് ഒക്കെ മനസ്സിലായാലേ കിട്ടൂല്ലോ എന്നൊക്കെ മനസ്സിലാവൂ കരുതിയിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പം ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് ലൈക്ക് നീറ്റ് ഇത്രയും കാലം എഫേർട്ട് ഇട്ടതൊക്കെ പോയി എന്ന് തോന്നുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു സിസ്റ്റർ എന്നുള്ള രീതിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് തോന്നി. ഞാനിങ്ങനെ ഒരു 2 ആഴ്ച മുന്നേ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ നോക്കിയപ്പം ഒരു പോസ്റ്റ് കണ്ടിരുന്നു. എനിക്കറിയില്ല അത് ശരിയായ പോസ്റ്റാണോ അല്ലയോ എന്നൊന്നും അറിയില്ല. അതായത് നീറ്റ് എക്സാമിൽ 4ാം തവണയും തോൽക്കുമെന്ന ഭയം കാരണം അച്ഛനെ ബേക്കറിയിൽ സഹായിച്ച ശേഷം ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തു എന്നുള്ളത്. അപ്പം ഞാൻ ആ ഒരു പോസ്റ്റ് കണ്ട സമയത്ത് ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് ചാനലൊരു വീഡിയോ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് എന്താ വെച്ചാൽ, അതായത് നീറ്റ് എക്സാം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ലൈഫിനേക്കാളും ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മുടെ ലൈഫ് ഈസ് ഫാർ 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 ഇമ്പോർട്ടൻ്റ് ആണ് നീറ്റ് എക്സാം. അത് നീറ്റ് എന്ന് പറയുന്നത് ലൈഫിലെ ചെറിയൊരു ചാപ്റ്റർ മാത്രമാണ്. അതിപ്പോൾ കിട്ടിയാലും ഇല്ലെങ്കിലും ലൈഫ് എന്ന് പറയുന്നത് അവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞ 1 വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ ചിലപ്പോൾ 3 വർഷമൊക്കെ ആയി കാണും ഈ ഒരു നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നിങ്ങളുടെ ലൈഫിലുള്ളൊരു മേജർ പാർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഈ നീറ്റ് എക്സാമിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണെന്നാണ് പലപ്പോഴും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഒരു ബിഗ്ഗർ പിക്ചറിൽ നോക്കുന്ന സമയത്ത് നീറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ചാപ്റ്റർ മാത്രമാണ്. ലൈഫാണ് ഏറ്റവും വലുത്. ലൈഫിൽ എത്രയോ ബാക്കിയുള്ള പരീക്ഷകൾ, ലൈക്ക് അതായത് റിട്ടൺ എക്സാംസ്, നമ്മുടെ അക്കാഡമിക്സിലുള്ള എക്സാംസ് അല്ലാണ്ട് ജീവിത പരീക്ഷകൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങൾ നമ്മളിനി കടന്നു പോകാനുണ്ട്. അങ്ങനത്തെ ഒരു ചെറിയൊരു എക്സാം ആയിട്ട് മാത്രമാണ് നീറ്റിന് നിങ്ങൾ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരു ഓവർ വാല്യൂ കൊടുത്തിട്ട് ഇത് പോയാൽ എൻ്റെ ലൈഫ് പോയി, ഞാനിനി ജീവിച്ചിട്ട് കാര്യമില്ല, ആ രീതിക്ക് ഒരിക്കൽ പോലും നിങ്ങളുടെ തോട്ട് പോകരുത്. ഞാൻ വളരെ ഓണസ്റ്റ് ആയിട്ട് പറയുകയാണ്. അതായത് ഇപ്പോൾ നീറ്റ് കിട്ടിക്കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾ എന്തോ മറ്റുള്ളവരെക്കാളും എന്തോ വലിയൊരു സംഭവമായി, അല്ലെങ്കിൽ നീറ്റ് കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ ലൈഫ് മൊത്തം പോയി, ഇനി മൊത്തം റിഗ്രറ്റ് ആയിരിക്കും, നാട്ടുകാരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കും, വീട്ടുകാരൊക്കെ ചോദിക്കും, അങ്ങനെ ഒന്നുമില്ല. ഇതൊക്കെ നമ്മൾ പെർസീവ് ചെയ്യുന്നതിനനുസരിച്ചാണ്. അപ്പോൾ ആദ്യം തന്നെ നീറ്റ് ഡിഫിക്കൽട്ടായിരുന്നു അല്ലെങ്കിൽ ഇത്തവണ കിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാനൊരു വേസ്റ്റ് ആയിപ്പോയി, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മണി, ഞാനിട്ട എഫേർട്സ്, ടൈം, ഇതൊക്കെ വേസ്റ്റ് ആയിപ്പോയി എന്ന് ചിന്തിക്കുന്നത് ആദ്യം മാറ്റണം. കാരണം ഈ കഴിഞ്ഞ നിങ്ങൾ എത്ര തവണ റിപ്പീറ്റ് ചെയ്തൊന്നും എനിക്കറിയില്ല, കഴിഞ്ഞ 1-2 വർഷങ്ങൾ ഒരിക്കലും ഒരു വേസ്റ്റ് ആയിരുന്നില്ല. ജീവിതത്തിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളൊരു വർഷമായിരിക്കണം. എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ടൈം, അല്ലെങ്കിൽ നമ്മൾ അക്കാഡമിക്സിന് കൊടുക്കുന്ന ഒരു വർക്കൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ നമ്മൾ പഠിപ്പിച്ച വർഷങ്ങളായിരിക്കും. ആൻഡ് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, അതിപ്പം ചില സൂപ്പർ റിപ്പീറ്റേഴ്സിൻ്റെ ഒക്കെ കേസിലൊക്കെ 3 years ഒക്കെ ആയിട്ടുണ്ടാവും. ആ സമയത്തൊക്കെ നിങ്ങൾ കൊടുത്തൊരു എഫേർട്ട് ഒരിക്കലും വേസ്റ്റ് ആവില്ല. നീറ്റ് എഴുതുന്നതിനൊപ്പം തന്നെ നിങ്ങൾ ബാക്കിയുള്ള എക്സാംസിലേക്ക് JEE, കീം, ഐസറിലേക്കുള്ള ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇങ്ങനെയുള്ള ബാക്കി എക്സാംസൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ നീറ്റിന് പഠിച്ചത് ഉപയോഗിച്ച് ആ ഒരു നോളജ് വെച്ചിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള എക്സാംസിലും ഒരു നല്ല സ്കോർ വാങ്ങിയിട്ട് അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിലോട്ടും നിങ്ങൾക്ക് കയറാൻ പറ്റും. ഇനി നിങ്ങൾക്ക് വേറെ കോഴ്സസ് ഒന്നുമല്ല വേണ്ടത്, എനിക്ക് MBBS അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷൻ ഡോക്ടർ ആവൽ, അതാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ ഹാപ്പി ആക്കണ കാര്യം. ലൈക്ക് ആ ഒരു പ്രൊഫഷൻ ആയാലും മാത്രമാണ് ഞാൻ ജീവിതത്തിൽ ഹാപ്പി ആവൂ. അങ്ങനെ തോന്നുകയാണെങ്കിൽ ലൈക്ക് നിങ്ങൾക്ക് അത്രയും ഈ ഒരു പ്രൊഫഷൻ വേണ്ടതാണ്. അതായത് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പൈസയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ളൊരു സ്റ്റേറ്റസിന് വേണ്ടിയിട്ടോ ആണ് നീറ്റ് ക്രാക്ക് ചെയ്തിട്ട് ലൈക്ക് ഒരു ഡോക്ടർ ആവണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും 1 വർഷം റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വീണ്ടും ഇതിനു വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ടോ ഒരു കാര്യമില്ല. ലൈഫിൽ നിങ്ങൾ ഒരിക്കലും ഹാപ്പി ആവില്ല. നിങ്ങൾക്ക് പൈസ, സോഷ്യൽ സ്റ്റേറ്റസ്, ഇതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ MBBS is actually very difficult in the sense we have plenty of chapters to study. ഒരു വാസ്റ്റ് സിലബസ് ആണ്. അതിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യം നല്ല സ്ട്രെസ്ഫുൾ ഒക്കെ ആവും.
പക്ഷേ നമ്മൾ അതിൻ്റെ അടുത്ത്, അതായത് ഈ ഒരു പ്രൊഫഷൻ്റെ അടുത്ത് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക, കെയർ ചെയ്യുക, അല്ലെങ്കിൽ അവരെ ശുശ്രൂഷിക്കുക, ഇതിൻ്റെ അടുത്തൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ, അത് ഉള്ളെന്ന് തോന്നുന്നു, ഞാൻ ആ ഒരു പ്രൊഫഷൻ എടുത്താൽ ഞാൻ ഹാപ്പി ആയിരിക്കും, ലൈഫിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ തിങ്ക് അബൌട്ട് അനദർ റിപ്പീറ്റ്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് വളരെ ഞാൻ ഉള്ളിൽ തട്ടി പറയാം, അതായത് നിങ്ങൾക്കൊരു സാധനം വേണം, നിങ്ങൾക്ക് അത്രയ്ക്ക് ആഗ്രഹമുണ്ട്, അതായത് ഉള്ളിൽ നിന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ ആദ്യത്തെ തവണ വർക്ക് ചെയ്തപ്പോൾ അത് കിട്ടിയില്ല, രണ്ടാമത്തെ തവണ വർക്ക് ചെയ്തപ്പോൾ ചിലർക്ക് കിട്ടും, ചിലർക്ക് പിന്നെയും കിട്ടിയില്ല. അപ്പം നിങ്ങൾക്കത് അത്രയും നീഡഡ് ആയിട്ടുള്ള സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇനിയും വർക്ക് ചെയ്യണം. ഇനി ഞാനീ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു ഗ്ലാമറസ് പിക്ചർ മാത്രം കണ്ടിട്ടാണ് നിങ്ങൾ വീണ്ടും സൂപ്പർ റിപ്പീറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ പോകാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തുന്നതായിരിക്കും നല്ലത്. ലൈക്ക് വേറെ എന്തെങ്കിലും അങ്ങനെ ഗ്ലാമറസ് പാർട്ടുള്ള വേറെ ഏതെങ്കിലും കോഴ്സ് എടുത്ത് പോകുന്ന, കുറച്ചുകൂടി ഈസി ആയിട്ട് കയറാൻ പറ്റുന്ന എന്തെങ്കിലും കോഴ്സ് എടുത്ത് പോകുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് അത്രയും ഈ ഒരു പ്രൊഫഷൻ വേണ്ടതാണെങ്കിൽ, ഡോക്ടർ ആവണമെന്ന് വെച്ചാൽ നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് റിപ്പീറ്റ്, റിപ്പീറ്റ്. അതായത് എനിക്കറിയില്ല, ഇപ്പം ഒരു റിപ്പീറ്ററാണ് ഇത് കാണുന്നത് വെച്ചാൽ അവർക്ക് ഇതൊരു റിപ്പീറ്റ് ആയിരിക്കും ഓപ്ഷൻ. ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൽ പഠിച്ചിട്ട് എക്സാം എഴുതിയൊരു കുട്ടിയത് കാണുന്നത് വെച്ചാൽ അവർക്ക് റിപ്പീറ്റ് ആയിരിക്കും അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്. അതായത് അത്രയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി തിങ്ക് ഓഫ് ദ നെക്സ്റ്റ് ഓപ്ഷൻ, ലൈക്ക് ഒരു വർഷം കൂടെ റിപ്പീറ്റ് ചെയ്യാന്നുള്ളത്. കാരണം ഓരോ തവണ റിപ്പീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ അത്രയും തവണ NCERT ആയിട്ട് ഫെമിലിയർ ആവാണ്, അത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാണ്. ലൈക്ക് അത്രയും തവണ നമ്മൾ ഇതേ ക്വസ്റ്റ്യൻസ് ചെയ്യുക, ഇതേ ചാപ്റ്റേഴ്സ് അഗെയിൻ ആൻഡ് അഗെയിൻ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനിലോട്ട് ഇതൊക്കെ സ്റ്റോർഡ് ആവും. അപ്പോൾ നമുക്ക് ആദ്യത്തെ തവണ ഇട്ട അത്ര എഫേർട്സ് അടുത്ത തവണ എന്തായാലും ഇടേണ്ടി വരില്ല, നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് അത്രയും ഡോക്ടർ എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ്റെ അടുത്ത് അത്രയും ആഗ്രഹമുണ്ട്, വേറെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്താൽ പിന്നെ നിങ്ങൾക്ക് റിഗ്രറ്റ് ആയിരിക്കും, ലൈക്ക് ഇതായിരുന്നു എനിക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി തിങ്ക് ഓഫ് അനദർ റിപ്പീറ്റ് ചെയ്യുക. ആൻഡ് അങ്ങനെ അതിൽ നല്ല എഫേർട്ട് ഇട്ട്, ലൈക്ക് 100% എഫേർട്ട് ഇട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും, ലൈക്ക് ഉറപ്പാണ്. അതായത് നിങ്ങൾക്കൊരു സാധനം വേണം, ഈ ഒരു നീറ്റ് എക്സാം വേണമെന്ന് വിചാരിച്ച് അത്രയും എഫേർട്സ് നിങ്ങൾ ഇടുകയാണെങ്കിൽ ഷുവർ ആയിട്ടും കിട്ടും. ഞാനിപ്പോൾ എൻ്റെ ബാച്ചിലൊക്കെ സൂപ്പർ റിപ്പീറ്റൊക്കെ ചെയ്തിട്ടുള്ള കുട്ടികളുടെ അടുത്ത് ചോദിച്ചിരുന്നു, ലൈക്ക് എങ്ങനെ തോന്നി മൂന്നാമത്തെ തവണ റിപ്പീറ്റ് ചെയ്യാൻ? ഭയങ്കര പാടില്ല, ഭയങ്കര സ്ട്രെസ്ഫുൾ അല്ലേ? പക്ഷേ ഞാൻ ചോദിച്ചു, ലൈക്ക് എപ്പോഴെങ്കിലും റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടോ മൂന്നാമത്തെ തവണയും റിപ്പീറ്റ് ചെയ്തിട്ട്? പക്ഷേ ഞാനിപ്പോൾ ഒരാളുടെ അടുത്താണ് ചോദിച്ചത്, അവൾ ഭയങ്കര സന്തോഷത്തോടെ, ലൈക്ക് ഒരിക്കലും എനിക്ക് റിഗ്രറ്റ് തോന്നിയിട്ടില്ല, കാരണം എനിക്ക് തന്നെയായിരുന്നു വേണ്ടത്. ആൻഡ് ഓരോ തവണ റിപ്പീറ്റ് ചെയ്തിരുന്ന സമയത്തും എനിക്ക് മനസ്സിലായി ലൈക്ക് എങ്ങനെയൊക്കെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. ആൻഡ് ഓരോ തവണ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്തും അത് കൂടുതൽ ഈസി ആയിട്ട് വന്നു, കാരണം അത്രയും തവണ ചാപ്റ്റേഴ്സ് വായിച്ചു, അത്രയും സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് വീണ്ടും ഈ PYQs ഒക്കെ ഭയങ്കര മനപ്പാടായിട്ടുണ്ടാവും പോലും. ലൈക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇതാണ് ഇതിൻ്റെ ആൻസർ എന്നുള്ള രീതിക്ക് അങ്ങനെ ഒരു മെമ്മറിയിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ടാവും, എല്ലാം കാണുമ്പോൾ തന്നെ ആൻസർ ചെയ്യാണ്ട് തന്നെ ഓർമ്മ വരുന്ന രീതിക്ക്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു കാര്യം വേണമെന്ന് നിങ്ങൾ തീവ്രമായി ആഗ്രഹിച്ചാൽ ഈ ലോകം മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഞങ്ങളൊക്കെ ഉണ്ട് ഫുൾ സപ്പോർട്ടുമായിട്ട്. നിങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ട് എക്സാമിൻ്റെ ഇതിപ്പോൾ ടഫായാലും ഈസി ആയവർക്ക് ലൈക്ക് ഇത്തവണ കിട്ടും എന്ന് ഉറപ്പുള്ളവർക്ക് അവർക്ക് വേണ്ടി ഒരുപാട് സന്തോഷം. ലൈക്ക് നിങ്ങളുടെ അത്രയും കാലത്തെ എഫേർട്സൊക്കെ ഫ്രൂട്ട്ഫുള്ളായി. ആൻഡ് ഇഫ് കിട്ടാത്ത കുട്ടികളുടെ അടുത്ത്, കിട്ടില്ല എന്ന് തോന്നുന്ന കുട്ടികളുടെ അടുത്ത് ഒരിക്കലും ലൈഫിൽ പതറരുത്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് മൈ ഹാർട്ട് ഫെൽറ്റ് ഒപ്പീനിയൻ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. സോ ബൈ.